ജപ്പാൻ എന്ന മാട്ടപ്പടം കണ്ടവരാണോ നിങ്ങൾ? അല്ല, ജപ്പാൻ എന്ന സിനിമയെ കുറിച്ച് അറിയാവുന്നവരാണോ നിങ്ങൾ? അപ്പൊ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാന്നുള്ളത്. നെറ്റ്ഫ്ലിക്സിൽ പടം റിലീസ് ചെയ്തിട്ടുണ്ട്. കാർത്തിയുടെ സിനിമയാണ്. പടം ഒരു വൺ ടൈം വാച്ചബിൾ ആണെന്ന് ചോദിച്ചാൽ അല്ല. പടം ഉണ്ടല്ലോ, ഒറ്റ ലൈനുള്ളൂ കഥ. KGF സെയിം കഥയാണ്. പക്ഷെ ഒരു വേറൊരു പാറ്റേൺ. KGF എടുത്തേക്കണത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാറ്റേൺ. ഇത് എടുത്തേക്കണത് ഒരു കണക്ഷനും ഇല്ല, ഒന്നുമില്ലാത്തൊരു പാറ്റേൺ. കഥ ഒന്ന് തന്നെ. അമ്മയ്ക്ക് വേണ്ടി മകൻ ധനികനാവുന്നു. സെയിം പാറ്റേൺ. പക്ഷെ രണ്ട് ടൈപ്പായി പോയി. KGF നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ടൈപ്പാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കുത്തഴിഞ്ഞ പുസ്തകം പോലെയാ. അതിങ്ങനെ അഴിഞ്ഞു കുത്തി അങ്ങനെ അങ്ങോട്ടും ഒക്കെ കിടക്കുക. എന്തൊക്കെയോ കാട്ടിക്കൂട്ടി എന്തൊക്കെയോ മക്കാറാക്കി അവർ കാണിച്ചിട്ടുണ്ട്. സിനിമ എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഏറ്റവും ലാസ്റ്റ് ഉദ്ദേശിക്കുന്നത് എന്താണുള്ളത് എനിക്ക് മനസ്സിലായില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല, ഇവൻ ഭയങ്കര ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഒക്കെ പോലെ വന്ന് കാണിച്ചിട്ട് ലാസ്റ്റ് ഒരു ഒറ്റ സെക്കൻഡിൽ ഭയങ്കര എന്താ പറയാ ഒരു ഒരു ക്ലീഷ എന്നല്ല പറയാ, ഒരു വല്ലാത്തൊരു സാധനം. അവൻ അങ്ങനത്തെ ഒരു ആ ക്യാരക്ടർ അങ്ങനത്തെ ഒരാളല്ല. ആള് ഒരു ധനികനാണ്, സ്വർണത്തിനോടൊക്കെ ഒരു ആഗ്രഹം ഇതൊക്കെ ഉള്ള ഒരു മനുഷ്യനാണെങ്കിൽ ഒരിക്കലും അങ്ങനത്തെ ഒരു ഇതല്ല. എനിക്കൊന്ന് പേഴ്സ്പെക്റ്റീവ് ഡയറക്ടർ ഉദ്ദേശിച്ചത് ഡയറക്ടർ ബ്രില്യൻസ് ആണ്. ഓരോരുത്തരുടെ പേഴ്സ്പെക്റ്റീവ് അനുസരിച്ചിട്ടാണ് ആൾക്കാരുടെ ആ കളറ് ചേഞ്ച് ആവണമെന്ന് അതങ്ങനെ അങ്ങനെ എന്തോ ഉദ്ദേശിക്കണേ. പക്ഷെ ഞങ്ങളുടെ വെൽ കണക്ട് ആയില്ല. എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് ഒന്ന് പറഞ്ഞുതരാം.